ഈ പ്ലാന്റിനെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ഇതിനു മുമ്പേ ഞാൻ ഈ ഒരു പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ആ പ്ലാന്റിൽ എൻ്റെ ആ പോട്ടിലുള്ള ഈ പ്ലാന്റ് നിറയെ മുട്ടുകളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് വീണ്ടും ഞാൻ ഇതിൻ്റെ ഷോർട്സ് റെഡിയാക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ പൂക്കളുടെ ആ മുട്ടുകൾ കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സംതൃപ്തിയും സന്തോഷവും തോന്നുന്നു. നല്ല വെള്ള പൂക്കളാണ് കേട്ടോ. ഒരു മുല്ലപ്പൂവിൻ്റെയൊക്കെ പോലെ തോന്നിക്കുന്ന പൂക്കളാണ്. മുരായ പാനിക്കുലേറ്റ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. അപ്പോൾ നമുക്കൊരു ചെറിയ ട്രീ എന്നോ ഒരു ഷ്രബ് എന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. റൂട്ടേസിയ ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റാണ്, ഫ്ലവറിങ് പ്ലാന്റാണ്. ഇതൊരു ഗാർഡനിൽ ഒരു ചെറു പൂമരമായിട്ട് നമുക്ക് ഒരു ലോണിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. വലിയ പോട്ടുകളിൽ നട്ടും നമുക്കിതിനെ വളർത്താമെന്നുള്ളതേ ഉള്ളൂ. ചെറിയ സ്പേസ് ഉള്ളവർക്കും പോട്ടുകളിലാക്കി വളർത്താം. അത്രയേറെ നല്ല ഒരു ഗാർഡൻ ഷ്രബ് അല്ലെങ്കിൽ ചെറുമരം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ചെറിയ പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിൽ വലിയൊരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ട്രീ, ആ ഒരു രീതിക്കാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഗാർഡനിൽ ഇമ്പോർട്ടൻ്റ് ആകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നല്ല വെള്ളപ്പൂക്കൾ, നല്ല മണവുമാണ് ആ പൂക്കൾക്ക്. ഒരു ഗാർഡൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ചെറിയ പൂച്ചെടികൾ മാത്രം പോരാ, ഇതുപോലുള്ള ഒരു ചെറിയ പൂമരങ്ങളും കൂടി വേണം. ഒരു ലോൺ അല്ലെങ്കിൽ ഒരു ഗ്രാസ് ലാൻഡ് അല്ലെങ്കിൽ ഒരു മെഡോ, അതിൻ്റെ നടുവിലായിട്ടൊക്കെ ഇത്തരത്തിലുള്ള പൂക്കൾ തരുന്ന ചെറുമരങ്ങളും കൂടെ ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിരിക്കും ഗാർഡൻ വളരെ ഇൻട്രസ്റ്റിംഗ്. പിന്നെ നമുക്കെന്താണ് ഒരു പീസ്ഫുൾ ഏരിയ ആക്കി മാറ്റിയെടുക്കാനും ഒരു ക്രിയേറ്റീവ് സ്പേസാക്കി മാറ്റിയെടുക്കാനൊക്കെ കഴിയുന്ന തരത്തിലുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ പലതരത്തിലുള്ള പ്ലാന്റ്സിനെ നമുക്ക് ചൂസ് ചെയ്ത് ഒരു ഗാർഡനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ചെറു പൂമരങ്ങളുടെ ലിസ്റ്റിൽ പെടുന്ന ഒരു പ്ലാന്റാണ് ഈ മുര. ഈ പ്ലാന്റിനെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ഇതിനു മുമ്പേ ഞാൻ ഈ ഒരു പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ആ പ്ലാന്റിൽ എൻ്റെ ആ പോട്ടിലുള്ള ഈ പ്ലാന്റ് നിറയെ മുട്ടുകളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് വീണ്ടും ഞാൻ ഇതിൻ്റെ ഷോർട്സ് റെഡിയാക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ പൂക്കളുടെ ആ മുട്ടുകൾ കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സംതൃപ്തിയും സന്തോഷവും തോന്നുന്നു. നല്ല വെള്ള പൂക്കളാണ് കേട്ടോ. ഒരു മുല്ലപ്പൂവിൻ്റെയൊക്കെ പോലെ തോന്നിക്കുന്ന പൂക്കളാണ്. മുരായ പാനിക്കുലേറ്റ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. അപ്പോൾ നമുക്കൊരു ചെറിയ ട്രീ എന്നോ ഒരു ഷ്രബ് എന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. റൂട്ടേസിയ ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റാണ്, ഫ്ലവറിങ് പ്ലാന്റ്.